എല്ലാവർക്കും ഇൻഫോടെക് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ സത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെല്ലാവരും പറ്റിക്കായിരുന്നു. അപ്പോൾ മച്ചന്മാരെ ഈ അടുത്ത നമ്മൾ ബ്രാലിന് പിടിക്കുന്ന ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് ഏകദേശം ഒരു 50 വെട്ട് ചൂണ്ടയും അതിൽ പള്ളത്തി മീനുകളും അതുപോലെ തന്നെ കരിമീൻ പൊടികളൊക്കെ കൊളത്തിയിട്ടിട്ട് നമ്മൾ വെട്ട് ചൂണ്ടയിൽ മീനെ പിടിക്കുന്നത്. അങ്ങനെ ഏകദേശം 50 വെട്ട് ചൂണ്ടിയിട്ടിട്ട് നമുക്ക് ഏകദേശം ഒരു 12-13 ബ്രാലിന് കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു ആ വീഡിയോ ചെയ്തപ്പോൾ. അതിൽ പക്ഷേ നമ്മൾ കമൻസ് ഒന്ന് റാൻഡായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ കണ്ട കുറച്ച് കമൻസ് ഞാനൊന്ന് കാട്ടിത്തരാം. അപ്പോൾ ഈ ഒരു കമൻറ്റുകൾ വരാനായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള കാരണം ഇത്രയും ചെറിയ തോട്ടിൽ ഇത്രയധികം മീനുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ കണ്ടത്തിൽ ഇത്രയധികം മീനുകൾ ഉണ്ടാവും എന്നുള്ള സംശയം ആർക്കും ഉണ്ടാവാം. ഇപ്പോൾ ഞാനാണ് പുറത്തുനിന്ന് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്കും തോന്നാവുന്ന ഒരു സംശയം തന്നെയാണ് ഈ കമൻറ്റുകളിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ചില കാര്യങ്ങൾ നമുക്ക് പ്രൂഫ് കാണിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ഇതൊന്ന് പ്രൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ് ഇന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈവ് പരീക്ഷണം നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന സെറ്റപ്പുകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ കയ്യിലുള്ളത് ഒരു ഇഷ്ടിക ഉണ്ട്. അപ്പോൾ ഈ ഇഷ്ടിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ഹോളുകൾ ഇട്ടിട്ട് ഇഷ്ടിക റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നനവൊന്നും ഇല്ലാത്ത ഇഷ്ടിക നോക്കി നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ വെൽഡിങ് റാഡ് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ തുമ്പത്ത് നമ്മുടെ ഒരു സ്പിന്നായാലും പ്രശ്നമില്ലാത്ത രീതിയിൽ ഇങ്ങനെ എന്താ പറയുക കെട്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കറക്റ്റിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ചൂണ്ടയുടെയൊക്കെ തുമ്പത്ത് നമ്മൾ കിട്ടുന്ന ഐറ്റമാണ്. അതിൽ നിന്ന് നമ്മളിതേ ടങ്കീസ് കെട്ടിയിട്ട് ഒരു ചൂണ്ട കൊളത്ത് നമ്മൾ കെട്ടിയെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ മീനെ കൊളത്തി വെട്ടിടാനുള്ള സെറ്റപ്പ് തന്നെയാണിത്. ഇനി നമുക്ക് പ്രൂഫിന് വേണ്ടിയിട്ടുള്ള ക്യാമറയാണ്. അപ്പോൾ ഗോപ്രോ നമ്മൾ യൂസ് ചെയ്യുന്നത് 2-3 ഗോപ്രോ ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു നല്ലത് വയ്ക്കുക. അപ്പോൾ തൽക്കാലം നമ്മൾ ഇതിനെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗോപ്രോ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യണം, ഈ ഹോളിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഗോപ്രോ വാട്ടർ പ്രൂഫ് ആണെങ്കിലും ചില സമയത്ത് ഗോപ്രോ പണി പറ്റിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മളൊരു കേസിലാക്കിയിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഗോപ്രോയുടെ കേസ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. എന്തായാലും നമ്മൾ ഇതിന് മുമ്പിൽ ഒരു ടേപ്പ് ഒട്ടിക്കൂട്ടാ, ഈ സ്ക്രീൻ കാണാതിരിക്കാൻ മീനുകൾക്ക്. അപ്പോൾ നമ്മളിത് കേസിൻ്റെ ഉള്ളിൽ നമ്മുടെ ഗോപ്രോ വെച്ച് നേരെ ഇത് ടൈറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ ഗോപ്രോ ഉള്ളത്. ഈ ഗോപ്രോ നമുക്കിനി ഈ കാണുന്ന ഹോളിൽ നമ്മുടെ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് ഏകദേശം നമ്മുടെ ചൂണ്ടക്കുളത്തിന് നേരെ വരുന്ന രീതിയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കണം. ഇതേപോലെയാണ് നമ്മുടെ സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ അറ്റത്ത് നമ്മളിനി മീനെ കൊളത്തും. അപ്പോൾ മീനെ കൊളത്തി കഴിഞ്ഞാൽ കെട്ടുകൂടാതിരിക്കാനുള്ള സെറ്റപ്പൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വെള്ളത്തിലേക്ക് ഇത് ഇറക്കി വെക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് സെറ്റപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്നത്തെ പോലെ വെട്ടി ചൂണ്ടിടാനായിട്ട് നമ്മൾ ഏരിയായിട്ട് എടുക്കുന്നത് പള്ളത്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പള്ളത്തിനെ പിടിക്കണം. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് കൊണ്ടിരിക്കുന്ന വേറെ ഒന്നിനല്ല പിടിക്കുന്ന പള്ളത്തിന് ഇടാനാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് കൈച്ചൂണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മളൊരു പള്ളത്തി നമുക്ക് വേണ്ട അര സെറ്റാക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞ് ചൂണ്ടയിൽ കുഞ്ഞി കുളത്തിൽ നമ്മളത് ഇച്ചിരി കോളം മണ്ണിരനെ കൊടുത്തിട്ട് നമ്മൾ നേരെ ഒരു പള്ളത്തിക്കുട്ടനെ പിടിച്ചെടുക്കേണ്ട. വെയിറ്റിംഗ് ആണ്. കിട്ടി മോനെ, പള്ളത്തിക്കുട്ടനെ കിട്ടി. അപ്പോൾ നമുക്ക് വെട്ട് ചൂണ്ടിടാനുള്ള മീൻ റെഡി ആയിട്ടുണ്ട്, പള്ളത്തിക്കുട്ടേട്ടാ. അപ്പോൾ 1-2 കൂടി നമ്മൾ പിടിച്ചു വെക്കുന്നുണ്ട് ഫോർ സേഫ്റ്റിക്ക്. അപ്പോൾ ഈ കാണുന്ന പള്ളത്തിയാണ് ഇന്ന് നമ്മളുടെ ആക്ടർ കേട്ടോ. അപ്പം ഇനി നമ്മൾ പിടിച്ച പള്ളത്തിന് ഇതിൽ കോർക്കണ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് 3 പള്ളത്തിയും ഒരു പരലുകൊണ്ട് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു പള്ളത്തിനെ നമുക്ക് പിടിച്ചിട്ട് വലിപ്പമുള്ള തന്നെ പിടിക്കാം. ഓടി കിടക്കുകയാണല്ലോ. പള്ളത്തിനെ പിടിച്ചിട്ട് നമ്മൾ കുളത്തേണ്ട. അപ്പോൾ നമ്മുടെ കുളത്തിലേക്ക് പള്ളത്തിക്കുട്ടനെ നമ്മൾ കുളത്താണ്. ഓക്കെ, അങ്ങനത്തെ നമ്മുടെ പള്ളത്തിനെ കുളത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വെട്ടിലേക്ക് മീനെ കുളത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വെള്ളത്തിലേക്ക് ഇറക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങി തന്നെ ഇത് വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മച്ചന്മാരെ നമ്മൾ ഇട്ട് വെച്ചാർന്ന ക്യാമറയും അതുപോലെ നമ്മുടെ വെട്ട് ചൂണ്ടയും എന്തായെന്നുള്ള കാര്യം നോക്കാനുള്ള നേരമായി. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വരണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ നമുക്ക് കുറച്ച് തിരക്കിൽ പോയിട്ട് സമയം കുറച്ച് എടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇനി പോയി നോക്കാൻ പോവാണ് എന്തായി നമ്മൾ ഇട്ട് വെച്ച ഗോപ്രോയുടെ മുമ്പിൽ വെച്ച വെട്ട് ചൂണ്ട എന്തായി നോക്കുകയാണ്. ബാ, ഇന്നും മട്ടകടി കൊള്ളാനുള്ള ഭാഗ്യം ഉണ്ടാവുമെന്ന് തോന്നണേ. അപ്പോൾ നമ്മൾ കുറച്ച് നീക്കാണ്ട് ഇട്ടാർന്നേ. ഇവിടെ എവിടെ ആയിരുന്നില്ല പ്രവീണേ? കാണുന്നില്ല. നീ താഴ്ത്തി അടിച്ച് വയ്ക്കുന്നു, കാണാൻ പറ്റുന്നില്ലെന്ന്. അതായിരിക്കണം. ഇപ്പോൾ നമ്മുടെ ഇഷ്ടിക കണ്ടു. ദേടാ, എനിക്കറിയായിരുന്നു പിടിക്കുമെന്ന്. അപ്പോൾ നമ്മളുടെ മീൻ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ചത്താടാ മീൻ? ചത്തിട്ടില്ലല്ലോ.
എൻ്റെ മോനെ, ഇനിതേ ഇതിലുള്ള വിഷ്വലാണ് നമുക്ക് കാണേണ്ടത് കേട്ടോ. എനിക്കറിയായിരുന്നു എന്തായാലും ഇത് പിടിക്കുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് എനിക്കധികം എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തത്. അപ്പോൾ എന്തായാലും എന്തേ ഭയങ്കര വലുതൊന്നുമല്ല, ചെറിയൊരു ബ്രാലിൻ്റെ കുട്ടീനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദേ ഇവിടെ വെച്ച് കാണിച്ചു തരാം കേട്ടോ. ആൾ കുറേ നേരം വെള്ളത്തിൽ കിടന്നിട്ടുണ്ടെന്നാണ്, അങ്ങോട്ട് അത്രയ്ക്ക് ആക്റ്റീവ് അല്ല. കണ്ട കുറച്ച് നേരം കിടക്കുമ്പോഴേക്കും അവരുടെ കിളി പോകുമെന്ന് തോന്നുന്നു. അതാണ് സംഭവം. ഇതേടാ തുമ്പത്തറ കുളത്തിയാണേ, നോക്കി കുളത്തിരിക്കണത്. കുളത്തുമ്പോൾ കടിച്ച് വെക്കണം. ഓ, കുളത്തിൽ നിന്ന് ഊരി ഇട്ട് കഴിഞ്ഞാൽ അവൻ്റെ അത്യാവശ്യം ഗ്യാസ് പോയി തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. ഇത്ര നേരം വെള്ളത്തിൽ കിടക്കുമ്പോൾ ഉണ്ടാവുന്നൊരു പ്രക്രിയയാണ്. കണ്ട ഐ ഐ അപ്പോൾ എന്തായാലും നമുക്ക് മീനെ കിട്ടിയില്ലേ. അപ്പോൾ ഇതല്ല നമ്മുടെ മെയിൻ ലക്ഷ്യം. നമ്മുടെ മീൻ എങ്ങനെ അടിച്ചു എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരുന്ന ഗോപ്പർ എടുത്ത് അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പ്രൂഫ് ഇരിക്കുന്നത്. പ്രൂഫ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി അണ്ടർ വാട്ടർ വിഷ്വൽസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പോവാൻ ട്ടാ. അപ്പം നോക്കാം നമുക്ക് എന്താണ് വെള്ളത്തിനിടയിൽ സംഭവിച്ചത്. പ്ലേ ചെയ്യട്ടെ, നോക്കാം. അപ്പോൾ അതേ നമ്മളെ നമ്മുടെ കണ്ടെന്ന് നോക്കി നല്ല രസമുണ്ടല്ലേ. അമ്പലിക്കുണ്ടായിണ്ടായി അവിടെ. മീനിറക്കി എന്തോരം ടൈം എടുക്കണ്ടെന്ന് നോക്കിക്കോട്ടെ. നിന്റെ ഫോണിൽ ടൈം നോക്കിക്കോ. ഇപ്പോൾ എന്തോരം ടൈം എടുത്തിട്ട് നമുക്ക് മീനെ കിട്ടുന്നത് 2:56 ഇപ്പോൾ. അപ്പോൾ നല്ല മീൻ ആക്റ്റീവോടെ ഇട്ടിട്ട് നോക്കി ഊട്ടിയെടുക്കണണ്ട. മീനെ കാണാനല്ല, മീൻ പോയല്ലേ. അത് അവിടെ തന്നെ കറങ്ങി കിടക്കണ്ടാവും. പക്ഷെ ക്യാമറയിൽ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വൈഡായി പോകണല്ലേ ക്യാമറ ഇങ്ങനെ സൂമായി പോണ പോലെ ലെൻസിൻ്റെ. പക്ഷെ മീൻ നല്ല ആക്റ്റീവ് കേട്ടാ. കറക്റ്റ് ആ സ്പോട്ടിൻ്റെ മുകളിൽ കറക്റ്റ് നമ്മൾ ആ കുത്തിയിട്ടാണ് സ്ഥലത്താണെങ്കിലേ ഇതുപോലെ മീൻ കുറേ നേരം കിടന്നോളും. ഇവിടെ വേറെ കുഞ്ഞു മീനുകൾ ഇതാക്കിയപ്പോൾ അത് ഓടിക്കളഞ്ഞു. മുകളിലെ കുഞ്ഞുമീൻ പോകണ്ടിട്ടോ കുറേ. പരല് കിടന്നാള് എനർജി ഒക്കെ പോയല്ല. അല്ല ഇട്ട സമയത്ത് നല്ല എനർജി ആയിരുന്നില്ലേ. ഇതും കുത്തിയിടേക്ക് എന്ത് വായേ ഇല്ല, വാലമ്മ കുത്തിട്ട് ചെയ്യാവൂലേ. ഇത് കുഴപ്പമില്ല. വാലുമ ഇടയ്ക്ക് മറ്റേ കുഞ്ഞുമീനൊക്കെ വന്നുകൊണ്ട്. 1 മിനിറ്റ് ആയിട്ടിട്ട് ഇല്ലല്ലേ. 1 മിനിറ്റായി. 1 മിനിറ്റായിട്ട് എനക്കൊന്നും വന്നിട്ടില്ല ഏട്ടാ. നോക്കാം. മീനൊന്നും ഇല്ലേ എടാ. അതല്ല, ഈ സാധനം ആക്റ്റീവ് അല്ലാണ്ടായി മൂലക്ക വന്നിരുന്ന്. അതാണ് വേറെ മീനൊന്നും വരാത്തേന്ന് തോന്നുന്നു. പക്ഷെ വെള്ളം കലക്കുണ്ട് ചെറുതായിട്ട് അല്ലേ. കലക്കിലാണ്. ഓ, അണ്ടുള്ളിയും പിന്നെ പരലല്ല, കൈപ്പരല്. അതിന്റെ കൂടെ ഒരാള് പരല്. ഒരു ബ്രാലും ഒരു അണ്ടുള്ളിയും. 2 ബ്രാലല്ല. ദേടാ എന്റെ പൊന്നോ, ദിപ്പ കിട്ടും. എന്റെ 3 ബ്രാലാ ഒരു ഫ്രെയിമില് 3 പേര്. ഇതേ ഒരു മണ്ടമ്പരല എന്റെ ഇടയിൽ വന്നിട്ടുണ്ട്. ദേടാ നിക്കണ നോക്കിയടാ, ശരിക്ക് പ്രൊഡക്ടർ തന്നെ കാണില്ലേ ബ്രാല്. തിരിച്ചു പോയല്ല. അതന്നെ വേണ്ടേ, ഞാൻ വിട്ട സാധനത്തിന് വേണ്ടെന്ന് തോന്നുന്നു. അത് തിരിച്ചു പോയിട്ടാ. വേറെ കുഞ്ഞു മീനുകളൊക്കെ വന്നുണ്ട്. നീ ഇങ്ങനെ നടന്നു ഒരു ഗുണില്ലാണ്ട്. അപ്പൊ എത്ര മിനിറ്റ് ആയിപ്പോ ഒന്നുണ്ടായിരുന്നു മീൻ? 2 മിനിറ്റിൽ ഒന്നുണ്ടായ? 2 മിനിറ്റ് കറക്റ്റ് 2 മിനിറ്റ് ആയപ്പോ മീൻ വന്നു പോയിട്ടാ. ഓക്കെ, നമുക്ക് നോക്കാം. റെസ്റ്റ് ചെയ്യാണ് ശരിക്കും. നോക്കി അത് ശ്വാസം എടുക്കണം. നോക്കി നമ്മൾ മനുഷ്യന്മാരൊക്കെ ശ്വാസം എടുക്കണല്ലേ. സുമറുണ്ട് അങ്ങനെ പറയല്ലടാ. നേടല്ല, അമ്മീബേട്ടാണ് വന്നത്. ശരിക്കും മീൻ വന്നിട്ടത് പരല്. നല്ല രസമുണ്ടിട്ടാ പരല്. സാധനത്തിന് പിടിച്ച് കുറെ അക്കുറത്തിലിട്ട് ഞാൻ നല്ല രസമായിരിക്കുള്ളൂ. മുകളിൽ നോക്കിടാ പിരിപിരിന്ന് പൊടി മീനുകൾ പോണണ്ട. നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ള. അതിന്റെ മുകളില് പിരിപിരിന്ന് പറഞ്ഞ മീൻ പോണ്ട്. ഇതേ വേറെ കൂട്ടം വന്ന് ലൈറ്റ് വെക്കണമായിരുന്നു. പക്ഷെ വെട്ടം വെച്ച മീൻ വരില്ല. ഇപ്പൊ ഇടയ്ക്ക് വന്ന് നോക്കിട്ട് പോണണ്ട. മറ്റേ അത് വര പോലും ഇല്ല. അപ്പൊ അത് മീൻകുട്ടന്മാരിങ്ങനെ ചെറുതുകളൊന്നും ഉണ്ട്. ആ വന്ന് 3 മിനിറ്റ് ആയിട്ടുണ്ട്. 58-നായിരുന്നില്ല സ്റ്റാർട്ട്, 57-നാ അങ്ങനെ എന്തോ, 56-ന് വരും.
എന്തായാലും കിട്ടിയതുണ്ടാവില്ല. എന്തോ അമീബയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി പോണ്ട്. ആള് പക്ഷെ എന്താ പറയാ ഇരുന്നുണ്ടാട്ടാ നമ്മുടെ വെച്ചറിന്ന ഇഷ്ടിക വന്ന് ഇരിപ്പായി. കുഞ്ഞു മീനുകളേ ഉള്ളൂ. നമ്മ റിയൽ ടൈം നോക്കിയത് കൊണ്ടാണ്. ഓ കണ്ടില്ലേ? കണ്ടില്ല. അതെ അതിനെ കണ്ടിട്ടാണ് തോന്നുന്നു. ഇത് പേടിച്ചിട്ട് ഓടണ്ട് കിട്ടാ. അതെ സ്പീഡിലല്ലേ? ഞാൻ കണ്ട്. വരും വരും വരും. കുഞ്ഞിപ്പരലൊക്കെ വന്ന് കുറെ പോണ്ട്. വെള്ളം കലങ്ങിണ്ട്. എനിക്ക് തോന്നുന്നു വലുത് എന്തോ ഉണ്ട് നോട്ടോടാ. അടി അടി അടി. ഓ അണ്ണൻ തിരിച്ചുപോയി. വന്നത് വന്നിണ്ടാ. ടീംസ് ഇറങ്ങിടാ. ഇറങ്ങിടാ. ഇപ്പൊ കിട്ടും. ഇതുപോലെ എന്തെങ്കിലും വെട്ടൊക്കെ കിട്ടിയതായിരിക്കുള്ളൂ. ഇല്ല 2 ഉള്ളൂ ഇപ്പൊ ഫ്രെയിമില്. നേരത്തെ പക്ഷെ 3 വന്നിട്ടുണ്ടായിരുന്നു. ഓ ദേടാ അതിന്റെ കണ്ണ് തളങ്ങ നോക്കിയടാ. ഓ വന്നൂര് പോയടാ. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. 4 മിനിറ്റ് ആയിട്ടാ നമ്മുടെ സംഭവം ഇറക്കി വിട്ടിട്ട് 2 തവണ അറ്റാക്ക് ചെയ്യാൻ വന്നവര്. പക്ഷെ അറ്റാക്ക് ചെയ്തില്ല. എന്താണാവോ? ഇവനെ കണ്ടിട്ട് പാവം തോന്നിട്ടാണ്. ഇനി മോളിലോക്കി മോനെ ദിപ്പ കിട്ടൂടാ. ഓ ദേടാ അതിന്റെ പിന്നാലെ വേറെ ദിപ്പ കിട്ടൂടാ. പിടിച്ചടാ. ഓ അത് ലോക്കായി. സ്ലോ മോഷൻ നോക്കട്ടെ. നോക്കിക്കോട്ടാ. വെട്ടി ദേടാ. ഓ അത് കറക്റ്റ് ലോക്ക് ചെയ്ത് നോക്കി. എന്റെ വായിൽ കയറിയിരിക്കണ നോക്കിയേ. കമ്പി അത് പറിച്ചെടുത്തുണ്ടു വാങ്ങിയത് ഭാഗ്യം. നോക്കിയടാ വെട്ടു നോക്കിയടാ. എന്റെ പൊന്നു കിടൂലേ. അപ്പൊ മച്ചന്മാരെ കണ്ടില്ലേ നമ്മുടെ വെള്ളത്തിന്റെ അടിയില് നമ്മൾ വെട്ടിട്ട് കഴിഞ്ഞാൽ എന്തിനാ സംഭവിക്കണേന്ന് നമ്മൾ ഉത്തരം പ്രതീക്ഷിച്ചില്ല കേട്ടാ. സംഭവം മീൻ കിട്ടുമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഇതുപോലെ നമുക്കൊരു വിഷ്വല് കിട്ടുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം നമ്മൾ 1-2 മീൻ ആ പരിസരത്ത് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് എന്തോരം മീനുകൾ വന്ന് നോക്കി. കാരണം അത്രത്തോളം മീനുകളുള്ള സ്ഥലത്താണ് നമ്മൾ വെട്ടിട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടിയത് ആ വീഡിയോകളിലൊക്കെ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ മച്ചന്മാരെ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷയിൽ ക്യാമറ ഇറ്റ്സ് മീ ജോസഫ് സൈനിങ് ഔട്ട്.